1 നാഷണൽ അവാർഡ്, 6 കേരള സ്റ്റേറ്റ് അവാർഡ്സ്, ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി Blessy sir is known for creating cinema that well lingers way after the cinema is done. അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തട്ടുന്നത്. 18 വർഷമായി ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു സാറ്. എന്നിട്ട് 2004 ആദ്യത്തെ സിനിമ എടുത്തത്. അപ്പോൾ അതിനുശേഷം 2024 ആയിട്ട് ടോട്ടലി 7 സിനിമകളാണ് സാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം സാർ ഈ ഒരു സിനിമ എടുക്കാൻ വന്നപ്പോൾ ഫസ്റ്റ്ലി സാറിന് കോൺഗ്രാറ്റുലേഷൻസ് തരണം. സത്യം പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞിനെ പ്രസവിക്കില്ല, അങ്ങനത്തെ ഒരു ബേബീനെ പ്രസവിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ആദ്യം ചോദിക്കാനുള്ളത് സാറിനോട്, ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഇത് മാർച്ച് 28 ഈ സിനിമ റിലീസായത്. ഇപ്പം ഒരു 25 ദിവസങ്ങളോളം കിടക്കുന്നു. അപ്പം ഈ ആദ്യ ദിവസം തന്നെ ഈ ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് ഭയങ്കരമായി ആഘോഷിക്കപ്പെടുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചു ഇപ്പം എന്ത് തോന്നുന്നു. അന്ന് എനിക്ക് തോന്നിയത് ഇത് സിനിമയായല്ലോ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഒരുപാട് തടസ്സങ്ങൾ വരുമ്പോഴും ഇത് എന്നായിരിക്കും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തു ആൾക്കാർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് സിനിമ എന്നിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ ഇങ്ങനെ പലതരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സാധ്യതകൾ, ഈ സിനിമ ഉണ്ടാക്കുന്ന ഒരുപാട് സംസാരങ്ങൾ ഒക്കെ ഇങ്ങനെ ഓരോ ദേശത്തു നിന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ആണ് ഇത് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് ദുബൈയിലിങ്ങനെ ഇത് സംസാരിക്കുകയാണ്. അപ്പം അതിന് വ്യത്യസ്തമായ പ്രതികരണങ്ങളുണ്ടാകുന്നു. അതൊരു ഒരു ഒരു ആർട്ട് ഫോമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ വളരുകയാണ്. അപ്പോൾ ആ വളരുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴും എൻ്റെ ഉത്തരങ്ങൾ പലപ്പോഴും പുതിയതാകുന്നു. ഞാൻ തന്നെ ഈ സിനിമയിൽ നിന്ന് എനിക്ക് പോലും പുതിയതായി കണ്ടെത്താൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു വിഷയം പറഞ്ഞു തീരുന്നതിനേക്കാൾ ഉപരി അത് വീണ്ടും വീണ്ടും ഓരോരുത്തരുടെ ചിന്തകളിൽ കൂടെയും വ്യത്യസ്തമായി വളരുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം. അതൊന്നും കൂടെ ജീവിക്കുന്നു അല്ലേ, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്നും. സാർ ഇപ്പോൾ സാറിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സാർ ഒരു 18 വർഷം എടുത്തു ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാറിൻ്റെ എല്ലാ സിനിമകളും അത്രയും സ്പെഷ്യലാണ് എടുത്തിരിക്കുന്നത്. 7 സിനിമ ഇൻക്ലൂഡിങ് ദിസ് ഇപ്പോൾ 8ാമത്തെ സിനിമയാണ്. പക്ഷേ എടുത്തിരിക്കുന്ന സിനിമ എല്ലാം മനസ്സിൽ തട്ടും എന്ന് പറയുന്നതും അതുപോലത്തെ ക്യാരക്ടേഴ്സും അതുപോലത്തെ സിനിമകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും അധികം സമയം എടുത്തത് ഒരു ഡെബ്യൂ മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് സാർ ഒരു സ്പെഷ്യൽ സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണോ, അതോ സമയം എടുത്ത് ആ ഒരു പഠിച്ചിട്ട് എന്തായിരുന്നു സാറിൻ്റെ അഭിപ്രായത്തിൽ? ഞാൻ 1986 എൻ്റെ ആദ്യ സിനിമ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളെന്ന് പറയുന്ന പത്മരാജൻ സാറിനോടൊപ്പമുള്ളൊരു സിനിമ. ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ലോക ക്ലാസിക് സിനിമകളിൽ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പത്മനാഭ സാറിനോടൊപ്പം സിനിമയിൽ ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിനോടൊപ്പം 7 സിനിമകൾ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഇന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളൊരു ഭാഗ്യം പത്മരാജൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഇത്രയും വലിയ അതികായകനായ ഒരു എഴുത്തുകാരൻ സംവിധായകനോടൊപ്പം 7 സിനിമയിൽ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് എൻ്റെ ഗുരുത്വമായിട്ട് ഞാൻ കാണുന്നത്. അതിനുശേഷം ഞാൻ 2004 എത്തുമ്പോഴാണ് ഞാൻ ഒരു സ്വതന്ത്ര സംവിധായകനാകുന്നത്. അതാണ് 18 വർഷക്കാലം. 18 വർഷക്കാലം ഞാൻ ചെയ്ത സിനിമകൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ സിനിമകൾ തന്നെയാണ്. അതിനുശേഷം ജയരാജ്, ലോഹിതദാസ്, ഐ വി ശശി, രാജീവ് അഞ്ചൽ, വേണുനാഗവള്ളി, ലോഹിതദാസ്, അങ്ങനെ ഒരുപാട്, സുന്ദർദാസ്, അങ്ങനെ കുറേയധികം മലയാളത്തിലെ വലുതും ചെറുതുമായിട്ട് കുറേയധികം സിനിമകൾ ചെയ്തു. അപ്പോൾ അവിടെ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സിനിമ എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു വളരെ ഇൻട്രോവേർട്ടഡായിട്ടുള്ള ഒരാളായിരുന്നു ആ കാലത്ത്. ഇപ്പോഴല്ല ഓട്ടോ. ഇപ്പം അപ്പോൾ ഒരു തിരക്കഥ എഴുതുക, ഒരുപാട് വിഷ്വലുകൾ മനസ്സിലുണ്ടാകും, കഥയുണ്ടാകും. പക്ഷേ ഒരു തിരക്കഥ എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒരു കഥയുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി ഞാൻ ഒരുപാട് പേരെടുത്ത് സമീപിക്കുകയൊക്കെ ചെയ്തതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയും കൂടെയാണ്. മമ്മൂക്കയാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് നീ എഴുതാൻ പറയുന്നത്. കാഴ്ച എഴുതി
അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറി. ആ കാഴ്ച എഴുതിയത് കൊണ്ടാണ് ഞാൻ തന്മാത്ര പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതെനിക്ക് എഴുതാൻ പറ്റിയത് കാഴ്ച തന്ന കോൺഫിഡൻസാണ്. എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന് പറയുന്ന ഈ സിനിമ ഒരു വലിയ പ്രശസ്തമായ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടൊരു സിനിമയാക്കുമ്പോൾ എങ്ങനെ, പ്രത്യേകിച്ച് നോവലിൽ അറബി സംസാരിക്കുന്നത് എല്ലാം മലയാളത്തിലാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ബെന്യാമിൻ. ഒപ്പം തന്നെ ഈ നജീബിൻ്റെ ഏകാന്തതയിലുള്ള ആത്മകഥമാണ് അദ്ദേഹത്തിൻ്റെ തോട്ട്സ്, വിഷമങ്ങളെ, വേദനകളെ, അല്ലെങ്കിൽ നാട് എല്ലാം അയാളുടെ സോളിലോക്കിയിലാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സിനിമയ്ക്ക് അത് പറ്റത്തില്ല. അപ്പം ഒരാൾ തന്നെ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്ക്രീൻ പ്ലേയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം പ്രത്യേകിച്ച് ഒരു 43 ചാപ്റ്ററിൽ വൈഡ് സ്പ്രെഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു നോവലിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിലും വിവിധങ്ങളായ വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റും. ഇതിനൊരു കണ്ടിന്യൂറ്റി ഒന്നും ആവശ്യമില്ല. പക്ഷേ സിനിമയ്ക്ക് അങ്ങനെയല്ല. ഒരു 3 മണിക്കൂറിനുള്ളൊരു സിനിമയ്ക്ക് വലിയൊരു കണ്ടിന്യൂറ്റി ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കണം, എന്തൊക്കെ സ്വീകരിച്ചുകൂടാ എന്നുള്ള ഒരു വലിയൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം തീരുമാനങ്ങളിലൂടെ ഒപ്പം തന്നെ ഞാൻ കാണേണ്ട ഒരു സിനിമയുണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ വായിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒന്നുമില്ലാതാവും. ഇപ്പോൾ ആടുജീവിതം ഒരു പുസ്തകത്തിൻ്റെ അതേ പകർപ്പാണെന്നുണ്ടെങ്കിൽ ബ്ലസ്സി എന്നൊരു സംവിധായകൻ്റെ എഴുത്തുകാരൻ്റെ പ്രസക്തി നഷ്ടപ്പെടുക എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഉള്ള ഒരു ഫിലിം ആണ് എടുക്കുന്നത് എന്നുള്ളത് അതൊരു ദീർഘമായ ഒരു പ്രോസസ്സാണെന്ന് തുടക്കത്തിൽ മനസ്സിലാക്കിയെങ്കിൽ പോലും ആടുജീവിതത്തിൽ നജീബിൻ്റെ യാതനകൾ പോലെ തന്നെ ഓരോ ഘട്ടങ്ങളിലും ഞാനും എൻ്റെ ക്രൂ മെമ്പേഴ്സും ഒക്കെ ഇങ്ങനെ, ഈവൻ ഇതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് ദുബായ് വരണമെന്ന് വിചാരിച്ചപ്പോൾ പോലും ആദ്യത്തെ പ്രാവശ്യം എനിക്ക് PVRൻ്റെ സമരം കാരണം എനിക്ക് യാത്ര മാറ്റി വെക്കേണ്ടി വരുന്നു. ഒരു ദിവസം മുഴുവൻ എയർപോർട്ടിൽ കുത്തിയിരിക്കേണ്ടി വരുന്നു, അവിടെ ഇരുന്ന് ഉറങ്ങേണ്ടി വരുന്നു. പിന്നെ അപ്പം ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പം ആ പ്രോസസ്സ് ഒരു സിനിമയുടെ പലപ്പോഴും സിനിമയുടെ കഥ നമ്മുടെ അനുഭവമായി മാറുന്നു എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് വളരെ അപൂർവമായി സംഭവിക്കുന്ന വലിയൊരു റിസപ്ഷനാണ് ആഗോളതലത്തിൽ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലിങ്ങനെ ചോദ്യങ്ങളായിട്ട് വരുന്നത്. ആൻഡ് സാറ് പറഞ്ഞതുപോലെ 43 ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും ബഡ്ജറ്റ് കിട്ടി, ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റും ഇത്രയധികം ചാപ്റ്റേഴ്സും ആൾക്കാർ ഒരുപാട് പ്രാവശ്യം വായിച്ച ഒരു നോവലാണ്. പക്ഷേ ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്, ഒരു കൈൻഡ് ഓഫ് നജീബാണ്. അത് ഒരു സിനിമ ആക്കി മാറ്റാനായിട്ടുള്ള ഒരു ചാലഞ്ച് എന്തായിരുന്നു? അല്ല, അത് തന്നെയായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഈ പുസ്തകത്തിനെ സിനിമയാക്കുന്നു എന്ന് പറയുന്നതാണ് ഇത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഇത് വായിച്ചിട്ടുള്ള ഒരു വലിയ സമൂഹമുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയാണ് കേറ്റർ ചെയ്യുന്നത്, അവരെ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പക്ഷേ അവർ മാത്രമല്ല ഈ സിനിമ കാണേണ്ടത്, ലോകം മുഴുവൻ കാണേണ്ട ഒരു സിനിമ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വായനക്കാരനോടുള്ള ഒരു ബാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം തുലവും ചെറുതാണ്. അപ്പം അതാണ് ആദ്യമായി തീരുമാനിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് പുസ്തകവുമായി സിനിമ കാണാൻ വരുന്ന ഒരാൾ ആദ്യത്തെ ഫ്രെയിമിൽ തന്നെ അതിൽ നിന്ന് പുസ്തകം മടക്കി വെക്കണം എന്ന് കണ്ടുകൊണ്ടാണ് പുസ്തകത്തിൽ കാണാത്ത ഒരു കാര്യമാണ് ഒരു ട്വിസ്റ്റർ ഫോം ചെയ്യുന്നത്. ഒരു ഡെസേർട്ടിൽ ട്വിസ്റ്റർ. അപ്പോൾ അത് തന്നെയല്ല ആ സിനിമയുടെ നറേഷൻ. പുസ്തകത്തിൽ നമ്മളൊരു സുമേസി ഈ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കാത്തിരിക്കുന്ന ഇവരിൽ നിന്ന് തുടങ്ങുന്നതാണെങ്കിൽ സിനിമയുടെ കഥയെ, നറേഷനെ ടോട്ടലി മാറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ ആൾക്കാർ അഡ്മിറ്റ് ചെയ്യണം നമ്മൾ മറ്റൊന്നാണ് കാണാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനായിട്ടുണ്ടായ ഒരുപാട് ഇതുണ്ട്. നമ്മളെങ്ങനെയാണ് നറേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന്, ഇതിന് എൻ്റേതായിട്ടുള്ളൊരു സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു വലിയൊരു ചലഞ്ച്. പിന്നെ നമ്മൾ ഭയത്തോടുകൂടി നമ്മൾ ഒരു സദ്യ വയ്ക്കുമ്പോൾ എന്താ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? എന്നാലും ബിരിയാണി. അപ്പം ഇവിടെ ക്യാമറ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേറെ ആയിരിക്കും. അവിയലും സാമ്പാറും അല്ലെങ്കിൽ നാടൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വെക്കാൻ അറിയത്തില്ല.
എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയും. അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്കറിയാവുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്തു വെക്കുക. നിങ്ങൾക്ക് ബിരിയാണിയാണ് ഇഷ്ടമെങ്കിൽ പോലും ചിലപ്പോൾ എൻ്റെ ചപ്പാത്തിയും ഈ ഡാൽ കറിയും ചിലപ്പം നല്ലതായിട്ട് സ്നേഹത്തോടുകൂടി വിളമ്പിയാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതിരിക്കും. ഇതാണ് ഞാൻ ആദ്യ സിനിമ തൊട്ട് ഇത്രയും കാലം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് വിളമ്പുന്ന ഒരു ജോലി നമുക്കറിയാത്തതാണ്. അപ്പോഴാണ് നമുക്ക് നിങ്ങളെ കേറ്റർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റാതെ വരുന്നത്. പക്ഷേ അറിയുന്ന കാര്യം വൃത്തിയായി ചെയ്യുക എന്ന് മാത്രമാണ്. അതിനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ളത്. സാർ, അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടർ, അതായത് നജീബിൻ്റെ ലൈഫിലുള്ള സ്ട്രഗിൾസ്, ആ ഒരു ഇമോഷൻസ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സാറ് എനിക്കറിയാം ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ അഭിനയിപ്പിച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു പരമാവധി വരെ അപ്പോൾ ആ ഒരു പൃഥ്വിരാജിലേക്ക് മോൾഡ് ചെയ്യാനായിട്ടും ആ ഒരു സ്ട്രഗിൾസ് ഇമോഷൻസും സ്ക്രീനിൽ കാണിക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഈ നജീബ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മറ്റേതെങ്കിലും സിനിമയിലെ കഥാപാത്രം പോലെയോ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. കാരണം നമുക്ക് ഇപ്പം ഞാനൊരു ഡിസ്ക്രിപ്ഷൻ പറയുമ്പോൾ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നതും അതിനൊരു ഇമേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നതും വലിയ കഷ്ടമുള്ള, കാരണം ഇതിനൊരു റെഫറൻസ് ഇല്ല. നമ്മളൊരു IAS ഓഫീസർ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മളിതിന് സ്കെച്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ നമ്മൾ ഫോട്ടോഷൂട്ടുകൾ ചെയ്തിട്ടുണ്ടൊക്കെ. അങ്ങനെ പോലും ഇത് എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ളത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബുദ്ധിപരമായ ഒരു മൂവുണ്ട്. അപ്പം അത് നമ്മൾ പക്ഷെങ്കിൽ നമുക്ക് ഈ ആൾക്ക് നാട്ടിൽ വെച്ച് ഈ വളരെ എപ്പോഴും മൂക്ക് ചീറ്റുകയും ജലദോഷവും ഒക്കെ, എന്നിട്ടല്ലേ എടാ കൊച്ചനെ ഓരോ ഡോക്ടർമാരെ കൊണ്ട് കാണിക്കും, വല്ല ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാകുമേ, അപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ പണി തന്നെ നിർത്താൻ. അപ്പം ഈ ചെറിയൊരു ഡയലോഗാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷേങ്കിൽ ഈ വെള്ളത്തിൽ എല്ലാ പണി നിർത്തിക്കഴിഞ്ഞാൽ ഇവനെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവനൊരു ഗൾഫിൽ പോകാനുള്ളൊരു താല്പര്യം ജനിക്കുന്നത് പോലും അവൻ്റെ ചിന്തകളിൽ വരുന്നത് ഈ പണി നിർത്തിയാൽ വേറൊരു പണി ചെയ്യണം അറിയാത്തത് കൊണ്ട് തന്നെയാണ് ആയിരിക്കാം. അവിടെ ഇയാൾ എപ്പോഴും ഇങ്ങനെ മൂക്ക് വലിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു മാനറിസം അപൂർവമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീടൊരു ഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് അയാളുടെ ഈ ചലനങ്ങളിലുമൊക്കെ ഈ ചില വ്യത്യാസങ്ങൾ നമുക്ക് അപ്പം ഇങ്ങനെയുള്ളൊരു ഡീറ്റെയിലായിട്ടുള്ള ഒരു സ്കെച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാധ്യതകൾ കണ്ടെത്തി അതുപയോഗിക്കാനായിട്ട് പൃഥ്വിരാജിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു വലിയ ഒരു ബ്രില്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോവലിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഡെസേർട്ട് ഒരു ഉത്സവ പറമ്പാൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫോമാറ്റാണ്. പക്ഷേ സാറിൻ്റെ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അതാണ് സാറിന് കൊണ്ടുവന്ന ഒരു ഡിഫറൻസ്. അതെ, എനിക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുസ്തകത്തിൽ പറയാത്ത കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടാമായിരുന്ന കാര്യങ്ങളെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാം. അപ്പോഴാണ് പുതിയൊരു കാര്യം വായിച്ചവർക്കും അല്ലെങ്കിൽ അല്ലാത്തവർക്കും അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഈ പറഞ്ഞ സൈനുമായിട്ടുള്ള ഇയാളുടെ റിലേഷനെക്കുറിച്ചും ഈ ഡെസേർട്ട് ക്രോസിങ്, എനിക്ക് തോന്നുന്നു ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും അധികം ചലഞ്ചിങ്ങും എങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത്, ഈ സിനിമയ്ക്കൊരു ഇൻ്റർനാഷണൽ സ്വഭാവം എത്തുമെന്ന് തോന്നിയതും ഈ ഡെസേർട്ട് ക്രോസിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര് ഡെസേർട്ടിലൂടെ നടക്കുന്നതും അതിലിങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങളെന്ന് പറഞ്ഞ്, അപ്പം അത് പുസ്തകത്തിൽ വളരെ ലൈറ്ററായിട്ടുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പുസ്തകവും സിനിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകാൻ കാരണം. സാർ, ഇപ്പോൾ ഈ മൂവിയുടെ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഹാൻസ് സിമറിന് വേണ്ടിയിട്ട്. അവർ റെസ്പോണ്ട് ചെയ്തു, പക്ഷേ അഫ്കോഴ്സ് AR റഹ്മാനാണ് മ്യൂസിക് ചെയ്തത്. അപ്പോൾ ആ ഒരു മ്യൂസിക് ക്രിയേറ്റിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച്, റഹ്മാൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിനെ ഗ്രാജുവലി ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ മ്യൂസിക്കിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ഇത്രയധികം ഡെഡിക്കേറ്റഡായിട്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒപ്പം തന്നെ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയും, എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത. അദ്ദേഹത്തിനെ കുറിച്ചാണ് ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്ത് ഗിന്നീസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ളത്. 48 hours ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ശേഷം ഞാൻ അത്ഭുതത്തോടുകൂടി
ഞാൻ നോക്കി കാണുന്ന ഒരാളാണ് AR റഹ്മാൻ. കാരണം അദ്ദേഹത്തിന് മ്യൂസിക്കിനോടുള്ളതെന്ന് മാത്രമല്ല, ജീവിതത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഒരു മനുഷ്യരോടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും ഒക്കെ വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എന്നുവെച്ചാൽ നമുക്ക് ആളെ നമുക്ക് കൺവിൻസ് ചെയ്യിക്കാൻ, അദ്ദേഹത്തിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയും. ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ വേണ്ട എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലുപ്പമാണ്. അപ്പം അത് നമുക്ക് ഭയങ്കരമായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ എന്താണ് വേണ്ടിയെന്നുള്ള ഡയറക്ടർക്ക് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ്. അപ്പം വലിയ ഒരു രീതിയിലുള്ള ഒരു ഓപ്പണിങ്, ഭയങ്കരമായുള്ളൊരു മ്യൂസിക്, വലിയൊരു ഓർക്കസ്ട്ര അദ്ദേഹം ചെയ്ത് ഇതിൽ പോലും വലിയൊരു ഡിബേറ്റിന് ശേഷം അത് വേണ്ട, എനിക്കവിടെ സൈലൻസാണ് വേണ്ടിയെന്ന് പറയുമ്പം അത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു മനസ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് ആ സിനിമയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്തു. സാറിൻ്റെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മ്യൂസിക്കിന് എസ്പെഷ്യലി ഒരുപാട് പ്രാധാന്യമുണ്ട്. അതായത് സാറിൻ്റെ ഫസ്റ്റ് മൂവി ആണെങ്കിലും ഈ ഒരു മൂവി ആണെങ്കിലും അതൊരു പ്ലാൻഡ് ഡെസിഷൻ ആണോ, അതോ സാറിന് ആർട്ടും മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അതെന്താണ് മ്യൂസിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് സാറിൻ്റെ എൻറ്റയർ മൂവീസിൽ? എനിക്കങ്ങനെ എന്നെ ഇവാലുവേറ്റ് ചെയ്ത് പറയാൻ എനിക്കറിയത്തില്ല. ഭാഗ്യത്തിന് ഞാൻ 2-3 മ്യൂസിക് ഡയറക്ടേഴ്സാണ് നമ്മൾ ഇപ്പം തുടക്കത്തിലെ ആദ്യത്തെ 3 സിനിമകൾ മോഹൻ സിത്താരയായിരുന്നു. മോഹൻ്റെ തന്നെ ഏറ്റവും നല്ല പാട്ടുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നീട് ദേബ്ജ്യോതി മിശ്രയാണ് സലിം ചൗധരിയുടെ ഹസ്ബൻഡ്, പിന്നെ M ജയചന്ദ്രൻ. അപ്പം എനിക്ക് മ്യൂസിക്കിനെക്കുറിച്ച് ഇന്ന രാഗത്തിലൊരു പാട്ട് വേണമെന്ന് പറയാൻ അറിയുന്ന ഒരാളല്ല ഞാൻ. അല്ല ഇങ്ങനെ ആയിരിക്കണം, പക്ഷെങ്കിൽ എനിക്ക് ആ പാട്ട് നടക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നതാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ. 2 പേരും കൂടെ നിൽക്കുമ്പോൾ അവിടെ മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ അവൾ സാരി തലപ്പ് കൊണ്ട് അയാളെ മൂടും നനയും. പ്രണയത്തിൽ പാട്ടിൽ ഇത് ഒരു കമ്പോസിഷൻ എത്തുന്ന ജയൻ്റെ അടുത്ത് എനിക്കിത് സംസാരിക്കാൻ പറ്റുമ്പം അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കരുതൽ, സ്നേഹം, പ്രണയം എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. അവരെ ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഇപ്പം റഹ്മാൻ സാറിൻ്റെ ഇതിലാണെങ്കിൽ പോലും എനിക്ക് ആ സിറ്റുവേഷൻ ഞാനത് സ്കെച്ച് ചെയ്തിട്ടാണ് ഞാൻ ആ പാട്ടിൽ കാണുന്ന ആ ഡ്യുവറ്റ് ഞാൻ സ്കെച്ച് ചെയ്തതാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ സാറിൻ്റെ മൂവീസ് വളരെയധികം വേഴ്സറ്റൈലാണ്. അത് ഒരു കാഴ്ച മുതൽ തന്മാത്ര അങ്ങനത്തെ പല സിനിമകളിൽ ഒരുപാട് ഡിഫറൻസ് ആണ് ഫ്ലേവേഴ്സിന്, ഭയങ്കര വേഴ്സറ്റൈലാണ്. സോ സാറിൻ്റെ പേഴ്സണൽ ലൈഫ് എത്രത്തോളം ഈ മൂവീസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാനെങ്ങനെ പറയാം, നിങ്ങൾ കാഴ്ചക്കാരാണത് പറയേണ്ടത്. ചിലർ പറയും ആ ക്യാരക്ടർ നിങ്ങൾ തന്നെയാണെന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പം എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെയൊക്കെ അല്ലല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ചിലപ്പം ഞാൻ തന്നെ ചിലപ്പം ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുള്ള, എനിക്ക് ജീവിതത്തിനോടുള്ള എൻ്റെ ഒരു വലിയ അടങ്ങാത്തൊരു മോഹമുണ്ട്. ഒരു എന്താ പറയുക, സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ജീവിതം, ജീവിക്കാൻ അറിയാമെങ്കിൽ. അപ്പം ജീവിതത്തിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. വളരെ സൗന്ദര്യമുള്ളതായിരിക്കണം, സ്നേഹമുള്ളതായിരിക്കണം. എൻ്റെ ആത്മീയത ദൈവം സ്നേഹമാണെന്ന് ഞാൻ പഠിച്ചതുകൊണ്ട്. അപ്പം ഈ സ്നേഹത്തിനെക്കുറിച്ച് മറ്റുള്ളവരോട് നന്മയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന തരത്തിൽ അതിൽ പ്രണയമുണ്ടാകാം, സ്നേഹമുണ്ടാകാം, ഇഷ്ടമുണ്ടാകാം, കരുതലുണ്ടാവാം, ആർദ്രത ഉണ്ടാവാം, ഇത്തരം ഇമോഷൻസ്. ഞാനങ്ങനെ ഒരു ഇമോഷണലായിട്ട് ജീവിക്കുന്ന ഒരുപാട് എല്ലാ കാര്യത്തിനോടും ഒരുപാട് വൈകാരികമായി ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ എന്തൊക്കെ സിനിമയിൽ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് കാലത്തെയുള്ള സിനിമകളും ഇപ്പോഴത്തെ ഉള്ള ന്യൂ ജനറേഷൻ സിനിമകളിൽ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ, ഒരു സിമിലാരിറ്റി ഉണ്ടോ? അല്ലെങ്കിൽ സാർ വർക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഈ പഴയ കാല സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക, നമുക്ക് ഒന്ന് അതിൻ്റെ ഒരു ഫോർമാറ്റ് തന്നെ വ്യത്യാസമായിരുന്നു. ഒരു ഫിലിം ഫോർമാറ്റിൽ ഒരു ഡിജിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാത്തൊരു കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫിലിം മേക്കിംഗ് ഒരുപാട് അധ്വാനം, ഒരുപാട് പഠനം, ഒരുപാട് ഇപ്പോൾ ഒരു എഡിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടും വിഷ്വൽസും തമ്മിലുള്ള ഫ്രെയിംസ്, റേറ്റ് ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എഡിറ്റിങ്ങിൽ പോലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ടെക്നിക്കലി. അത് തന്നെയല്ല, പണ്ട് ആദ്യകാലത്തൊക്കെ ഞാൻ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലായിട്ട് മാറിയത് ഇത് രണ്ടാമത്തെ സിനിമയാണ്. ഇതിനു മുമ്പുള്ള കളിമണ്ണ്, അതിനു മുമ്പ് വരെ ഞാൻ ഫിലിം ഫോർമാറ്റിൽ. അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയായിരുന്നു, സാറല്ല ഞാൻ ബ്ലസ്സി ഇത് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടിരിക്കുന്നത്, നീ ഒരു ആക്ഷനും കട്ടും പറയുമ്പോഴത്തേക്ക് അതിന് പോകും കുറേ അധികം ഫിലിം, അതിന് തന്നെ കുറേ കാശാകും, ഒരു പൊത്തമ്പടം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിന്ന ഒരു ഫിലിം മേക്കിങ്ങിൽ നിന്ന് മാറി ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് വന്നു എന്ന് പറയുന്നത് ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും സ്വായത്തമാക്കാൻ പറ്റുന്നു. അപ്പം ഒരു എഡിറ്റിങ്ങിനെ കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടാകണമെന്നില്ല. നമുക്കിങ്ങനെ ഷോട്ടുകൾ വേണമെന്ന് മാത്രം ധരിച്ചാൽ അതറിഞ്ഞാൽ മതി അതെങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച്. അപ്പം അതൊരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ടെക്നോളജി അഡ്വാൻസ് ആയത് വലിയ നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റുന്നു. തീർച്ചയായിട്ടും സാറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, ഇപ്പോൾ ഒരു 11 വർഷം എടുത്തു ഈ ഒരു സിനിമ ഇങ്ങനെ ഫ്രൂയിഷനിലേക്ക് വരാൻ. ഫൈനലി സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് ഇനി ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും എന്താണ് അടുത്ത പരിപാടി എന്ന് വെച്ചപ്പോൾ ഇനി ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്, അതാണ് സാറിൻ്റെ ഗ്രാൻഡ് പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പോൾ റീസെൻ്റ്ലി ആനിവേഴ്സറിയും കൂടി ആയിരുന്നു. പക്ഷേ ആനിവേഴ്സറി പോലും സെലിബ്രേറ്റ് ചെയ്യാതെ ഇവിടെ മൂവിക്ക് വേണ്ടിയിട്ട് ഇത്രയും എനർജറ്റിക്, നമ്മളെല്ലാവരെക്കാളും കൂടുതൽ ചിലപ്പം അത്രയും എനർജിയിൽ ഇങ്ങനെ മൂവീസ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ, ട്രൂ സ്റ്റോറീസിൽ വരുന്നതിന് ആൻഡ് ഫോർ ഗിവിങ് അസ് യുവർ ടൈം. ഓൾ ദി ബെസ്റ്റ്. ഇനി നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇനിയും നല്ല നല്ല സിനിമകൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് സർ.